ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനൊരു ചെറിയ യാത്ര പോവുകയാണ്. യാത്രയിൽ നമ്മൾ 4 പേരുണ്ട്. വഴിയിൽ നിന്നും ബാക്കിയുള്ളവരെ കളക്ട് ചെയ്ത് ആണ് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇല്ല ഇല്ല സാറേ, നല്ല ഫോട്ടോ എടുക്കാൻ നമ്മുടെ പിള്ളേരുടെ പരീക്ഷ പേപ്പർ നോക്കുക, ലിസ്റ്റ് കൊടുക്കുക. അത് ഞാൻ ഓൺലൈനിൽ നമുക്ക് സമ്പൂർണ്ണ പ്ലസ് എന്ന് പറഞ്ഞ ഓൺലൈൻ സംവിധാനമുണ്ട്. അതിൽ ഏകദേശം 8 മണിയായി കാണും. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വഴിയിലിറങ്ങി. അവിടുത്തെ ഡോക്ടറെ അതിൽ ഇരുന്നാണ് തിരുവനന്തപുരത്തുള്ള സാറ് പറഞ്ഞോണ്ട് എങ്ങനെ അറിഞ്ഞാന്ന് കേട്ടാ ബീഫ് ഉണ്ടെങ്കിൽ അത് കഴിക്കാന്നുണ്ട് ആദ്യം. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കിഡിലൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ബെറോട്ടയും ബീഫ് കറിയും. അത് കഴിക്കാൻ പറ്റാതെ പോയ ഒരാളും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. 8:56. നമ്മൾ കയറിയിട്ടുണ്ട്. സാറേ ഇത് റൈറ്റ് ആണ്. അത് കറക്റ്റ് കൊള്ളുന്ന വഴിയാണ്. ആ തുടങ്ങിയില്ലേ സാറേ? സാറേ സൈഡൊക്കെ നോക്കിക്കോ, അണ്ണന്മാരെ നിൽക്കും. ചെളി വീഡിയോ എടുത്തോ. രാമേന്ദ്ര സാറ് ഞാൻ വിളിച്ചറിഞ്ഞ മാങ്ങ വാരി വെച്ചേക്കാണ് വന്ന് എടുത്തോണ്ട് പോകുന്നു പറഞ്ഞു. ഒരു രക്ഷയില്ല കേട്ടോ, സൂപ്പർ മാങ്ങ. ഇതിനകത്ത് 3 കൂടെ ഇരിപ്പുണ്ട്. അത് നമുക്ക് 3 പേർക്ക് കൊണ്ടുവന്ന ആൾക്ക് കൊടുക്കാൻ പാടില്ല. കൊണ്ടുവന്നമാക്ക് എനിക്കൊരു ചെറുത് എടുത്തിട്ടുണ്ട്. നല്ലത് നോക്കി എടുത്തു. അതല്ല ചെറുത്. ഇത് കൊണ്ടുപോകോ? വണ്ടി കൊണ്ടുപോകണം. ഒന്നെങ്ങാനും കൂടി ഇട്ടുന്നാൽ മതി. പക്ഷേ ഇത് നിങ്ങൾക്ക് സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ കൊണ്ടിട്ട് കിളിപ്പിച്ചെടുക്കാമെങ്കിലേ നല്ല സൂപ്പർ മാങ്ങ. അടിപൊളി മാങ്ങ സാറേ. ഇത് ശരിക്കും പഴുത്ത് വീടുക. അവർ വാരിക്കൂട്ടി വെച്ചിരുന്നു. പോയി എടുത്തോണ്ട് വന്നാൽ കേട്ടോ. ഞാൻ മോള് പോയി എടുത്തോണ്ട് വന്നു. ഗംഭീരം കേട്ടോ. അതുണ്ടല്ലേ അവർ വാരി ഇങ്ങനെ വെച്ചിട്ടേ വിളിക്കും. 2 പേരുണ്ട്. ഇവർ ടീച്ചറും അവരുടെ ചേച്ചിയുണ്ട്. അവരെ വീട്ടിൽ മൊത്തം ഇത് തന്നെ. പണ്ട് ഇതുപോലെ രാമൻ സാറ് നമ്മൾ പണ്ട് കല്ലാറോ സാറേ ഈ മാവിന്റെ പേരെന്താണ്? നല്ല രസം കേട്ടാ, നല്ല മണമില്ലേ? നാട്ടുമാങ്ങ. പിന്നെ മണവും മധുരവും. ഞാൻ എടുത്തവൻ പറഞ്ഞില്ലേ മാങ്ങ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു എടുത്തോണ്ട്. ഞാൻ ഇന്ന് രാവിലെ വന്ന് എന്താ 2-3 മാങ്ങ എടുത്തു. പണ്ട് ഇതുപോലെ നമ്മള് ഇവിടെ അങ്ങോട്ട് അവിടെ എത്തി, പാലം കടന്ന്.
വാടാ മാങ്ങ തരാം വാ. മണാടിച്ചൊക്കെ വരും. അണ്ണന്മാര് ഒരെണ്ണം എൻ്റെ ആൾക്കാർ അവിടെ ഓടിക്കിട്ട്. പുള്ളിയും പോരൊക്കെ അടിച്ച് തോടും അല്ലേ? രണ്ട് കയ്യിൽ വെച്ച് ഇത് കേടൊന്നുമില്ല. ഓ ഇവിടെ റേഞ്ച് ഇല്ലല്ലേ? അയണിച്ചൊക്കെ പഴുത്ത് കിടക്കണണ്ട. അതിലോ? ആ ശരിയാണ്. അപ്പൊ ഈ ഇതെല്ലാം കുറെ കാലം കൊണ്ട് ഞങ്ങൾക്ക് ഇത് തന്നെ പരിപാടി. കഴിഞ്ഞ കൊല്ലം എടുത്തില്ല. കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ ഇവിടെ നിങ്ങൾക്ക് ഈ പരിപാടി ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ നമ്മളെയും കൂടെ അറിയിക്കാറുണ്ട്. വെയിൽ നോക്കിയേ. സാർ പോകാലോ. എടാ സൈഡ് അല്ലേ സാറേ? എവിടെ ഇത് മറ്റേ അവര് പറഞ്ഞല്ലേ അവിടെ മറ്റേ അവന്മാര് വിമർശിച്ചിട്ട് പറയല്ലേ അതേപോലത്തെ സാധനങ്ങൾ കൊടുത്തിട്ട് എടാ ഈ അടിയൊന്നും ആഹാ അടിപൊളിയില്ലേ? വൈകുന്നേരമല്ലേ സാറേ ഇവിടെ അനിമൽ സാധ്യത? ഉറപ്പായിട്ട് ഇറങ്ങും അല്ലേ? ഇതൊരു കളറില്ലേ? വൈകുന്നേരം സെറ്റ് ആയിരിക്കും സാറേ. അത് മറ്റേ ഉറക്കം തൂങ്ങിയ മറ്റേ ഇപ്പൊ ഇവിടെ മേക്കപ്പ് അതോന്നും ഗുൽമോഹർ അതല്ലേ? മറ്റേ ഇവിടെയൊക്കെ ഇപ്പൊ മഞ്ഞ എന്താ നീല പൂക്കള് വിക്രാന്ത അത് നമ്മൾ ഒരു സ്കൂളിൽ ഉണ്ടായിരുന്നു സാറേ. അത് 1.5 വർഷം ടീച്ചർ അവിടെ ഉണ്ടായിരുന്ന ടീച്ചർ UPST ആയിരുന്നു ഹിന്ദി. പ്രൊമോഷനിൽ ടീച്ചറിന് ഇപ്പം ഹൈസ്കൂൾ 3ാമത് വരുമോ സാറേ അവര്? ഇത് കാട്ടുകോഴി സാറേ, പൂവൻകോഴി. പൂവൻകോഴി നല്ല നീറ്റ്. കുളുക്കുമൽ കുഴപ്പമില്ല. ഇവിടെ ഉണ്ട് കാട്ടുപോത്ത് ആനെ. എന്തിനോ ആണ് അത് രണ്ടുപേരും ഉണ്ടാ? ആന 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 പശു റോട്ടിൽ കൂടെ നടക്കുന്ന സാധനം. രാത്രി പിന്നെ അവർക്ക് വേറെ എന്താ പണി? കുടിവെള്ളം ഇരിക്കല്ലേ സാറേ? ഇച്ചിരി വെള്ളം കുടിക്കാം. കേരള കൊച്ചു കട അവിടെ ഇരിക്കാം 4 പേർ.
എന്തോ കറി എന്തോ കറി മീൻ വറുത്ത CD. തല ഉണ്ടെങ്കിൽ CD തന്നെ. ഉച്ചഭക്ഷണം കഴിഞ്ഞ് മടക്കയാത്ര ആരംഭിച്ചു. ഈ റൂട്ട് ഏതാണെന്നറിയണ്ടേ? പുനലൂർ മുതൽ ചെങ്കോട്ട വരെയുള്ള ഈ യാത്ര വെറുമൊരു യാത്രയല്ല, അതൊരു ഫീലിംഗ് ആണ്. കാടിൻ്റെ മർമ്മരവും തണുത്ത കാറ്റും നമ്മുടെ മനസ്സിലെ സങ്കടങ്ങളെയെല്ലാം മായ്ച്ചു കളയും. ജീവിതം ഇത്രയും സുന്ദരമാണെന്ന് തോന്നിപ്പോകുന്ന നിമിഷങ്ങൾ. ഈ വീഡിയോയിലൂടെ ആ അനുഭവം നിങ്ങൾക്ക് കിട്ടിയെന്ന് കരുതുന്നു. പക്ഷെ നേരിട്ട് വന്ന് ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം, അത്രമേൽ മനോഹരമാണിത്. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. പക്ഷേ ഈ യാത്രയിൽ നൽകിയ ഓർമ്മകൾ എന്നും കൂടെ ഉണ്ടാകും. മനോഹരമായ മറ്റൊരു യാത്രയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.